ചേട്ടാ പോണ്ടോ? ഇപ്പൊ പൂവില്ല, വൈകുന്നേരം വരെ ഇവിടെ തന്നെ കാണും. എന്തേ? അതല്ല പൂവേ, ഈ ഫ്ലവർ. ഈ ഇരിക്കുന്നത് പൂവല്ലാതെ പിന്നെ എന്തിട്ടാടോ? തനിക്ക് എന്താ വേണ്ടേ? ഇത്തിരി പൂ വേണം. ചുവന്ന പൂ മതിയോ? ചെത്തി മതിയോന്ന്? ചെത്തൊന്നും വേണ്ട, നല്ല അടക്കം ഒതുക്കുള്ള പെമ്പിള്ളേർക്ക് ചൂടാൻ പറ്റിയ. പെൺകുട്ടികളല്ലാണ്ട് പിന്നെ ആൺകുട്ടികൾ ചൂടോ പൂവ്? മുല്ലപ്പൂ മതിയോ? ഒരു 5 മീറ്റർ താ. 5 മീറ്ററോ? അല്ലെങ്കിൽ വേണ്ട, ഈ ചോറ്റുപത്രം നിറയിട്ടുള്ളൂ. ചോറ്റുപാത്രം നിറയോ? ഉണ്ണാനാ? അല്ല, ഇങ്ങോട്ട് ഇറോ പൂക്കാര. എവിടെടി അവൻ? ഞാനും കണ്ടില്ല. അവനിപ്പോ വരൂന്നേ. അല്ല, മരുമോള് കളത്തിലിറങ്ങിയല്ലേ? കൊള്ളാം. നല്ല അസല് ചായ. ഇനി മോള് വേണം അവന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ. എന്ന ഭാവം വേണ്ട, അവന്റെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ ഗുരുസ്ഥാനത്ത് ഞാനും. ഗുരുസ്ഥാനത്തിന്റെ കാര്യം തന്നെ എന്നെ കൊണ്ട് പറയണ്ടേ? ശാരദാമേ, ഞാൻ വീട്ടിലേക്ക് ചെല്ലട്ടെ, പാത്രം ഇട്ടെടുത്തോളൂ. അത് പറയാൻ മറന്നു. മാഷിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആ പാത്രത്തിലാ മാലു ഓമനിക്ക് ഭക്ഷണം കൊടുത്തു വിട്ടത്. അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. കൊറേ കാലായിട്ട് ഇവിടെയുള്ള എല്ലാവർക്കും അബദ്ധങ്ങളാണല്ലോ പറ്റുന്നത്. എന്താ ഇത്? എവിടാ നിങ്ങൾ ഇത്ര നേരം? ഞാൻ ഗോപി മാഷിന്റെ അടുത്ത്. ഗോപി മാഷ? അതെ, ഒരു സംശയം ചോദിക്കാൻ പോയതാ. ഗോപി മാഷ് ലീവാണല്ലോ. സത്യം പറഞ്ഞോണം, നിന്റെ കാരണം ഞാൻ പൊളിക്കല്ലെങ്കിൽ. വഴക്കും വക്കാണൊന്നും വേണ്ട. എടോ, ആ ചോറ്റുപാത്രം ഇങ്ങോട്ട് തന്നാ ഞാൻ സ്ഥലം കാലിയാക്കാം. ഇന്ന് അവിടുത്തെ പാത്രത്തിലത്ത ആഹാരം കൊണ്ടുപോയേ. അത് കഴുകിയിട്ടില്ല. അത് അച്ഛൻ തൊടണ്ട. വേണ്ട, വേണ്ട. ചെക്കൻ വന്ന് കേറിയില്ല അവന്റെ മെക്കിട്ടുകാരൻ. ഇതെന്താ കക്കയും ക്യാമ്പാണോ ഉരുട്ടാൻ? ഇതെനിക്ക് തുറക്കാൻ പറ്റണില്ല. വേണ്ടെന്നേ, ഞാൻ വീട്ടിൽ കൊണ്ട് വേണ്ടടോ. താനെന്താ തല്ലി പൊളിക്കണേ? ഈ തള്ള കണ്ട എന്റെ തലയിൽ തിളച്ച വെള്ളം കോരി ഒഴിക്കും. ഇങ്ങോട്ട് തരിക. പൂവ് ഭീമസേന, ഭാര്യക്ക് കല്യാണ സൗദ്യം വാങ്ങി വന്നിരിക്കാനല്ലേ? കൊടുക്ക. പാത്രം ഞാൻ പിന്നെടുത്തോളാം. അയ്യേ, എടുത്തമ്മ കരയാ? കാരണമൊന്നുമല്ല, ഇത് ഇവിടെ പതിവാ. അതെ, ഏട്ടന് മാത്രമുള്ള ചൂരല. ചൂരൽ കഷായ ഏട്ടന് ഇഷ്ടാ. ദിവസം 2 ഔൺസ് വീതം കിട്ടിയില്ലെങ്കിൽ ഏട്ടന് ഉറക്കം തരില്ല. അത് കൊടുത്തില്ലെങ്കിൽ അച്ഛനും. പോറിയിച്ചത്ര ഏട്ടനും ചൂരലും. ഗുളിക തീർന്നു, നാളത്തേക്ക് ഇനി വാങ്ങണം. 2 ദിവസം കഴിയട്ടെ. എല്ലാ ഈശ്വര കാശ് കെട്ടിക്കഴിഞ്ഞപ്പോ കീശ കാലിയായി. അതെ, ഓർക്കപ്പുറത്ത് വന്ന് കയറിയതാണെങ്കിലും നമ്മളായിട്ട് ആ കുട്ടിയുടെ മനസ്സ് വിഷമിപ്പിക്കരുത്. നമുക്കുണ്ട് വളർന്നു വരുന്നൊരു പെൺകുട്ടി. കുട്ടനോടുള്ള ദേഷ്യം അവന്റെ ഭാര്യയോട് കാണിക്കരുത്. ഒന്നും വേണമെന്ന് വെച്ചിട്ടല്ല, അവൻ എന്റെ മോനല്ലേടി. അവനെ എന്റെ ആശയ്ക്കൊത്ത് വളർത്തിയെടുക്കാനുള്ള അവകാശം എനിക്കില്ലേ? ഒക്കെ ശരി തന്നെ, പക്ഷെ ഇന്ന് ആ കുട്ടിയുടെ മുമ്പിൽ വെച്ച് കുട്ടനെ അടിച്ചത് ശരിയായില്ല. അവന് ഭയങ്കര വിഷമായി. ചെറിയ കുട്ടികളെ തല്ലണ മാതിരി ഇനിയും കുട്ടനെ തല്ലണത് മോശ. അവനിന്നൊരു ഭർത്താവാണ്, അത് നമ്മൾ മറക്കാൻ പാടില്ല. നിനക്കറിയോ, ഞാൻ അവനെ അടിക്കുന്നതും ചീത്ത പറയുന്നതൊക്കെ അവന്റെ മനസ്സിലൊരു വാശി കയറാനാ. എന്നാലേ അവൻ പഠിത്തക്കാര്യത്തിൽ ശ്രദ്ധിക്കൂ. അടിച്ചു വളർത്തിയ മകനും വെട്ടി വളർത്തിയ തേക്കിനും ഒരിക്കലും ചെതല് കയറില്ല. ആ കുട്ടി വല്ലതും കഴിച്ചോ? ഇവിടുത്തെ ഭക്ഷണ രീതിയിലൊക്കെ അതിന് പിടിക്കണുണ്ടോ ആവോ? എന്താണെന്ന് വെച്ചാൽ ചോദിച്ച് മനസ്സിലാക്കി അതുപോലൊക്കെ ഉണ്ടാക്കി കൊടുക്കുക.
ദേക്കാത്തോ ഐസാ ലഗ. ഉം. എന്താ ഒരു നാറ്റം? നാറ്റം മാറ്റിന്റെ. ഗുഡ് നൈറ്റ്. എന്താ ഗുഡ് നൈറ്റോ? നീ ഒരു ഗുഡ് നൈറ്റ് എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ഇന്നെന്താ ഒരു പ്രത്യേകത? അയ്യോ അതല്ല, ഗുഡ് നൈറ്റ് മാറ്റ് കൊതുകുതിരി. നീ കഥാപ്രസംഗത്തിന് പോകുന്നുണ്ടോ? എന്തേ? അല്ല ജുബാക്കിട്ടൊരു കാഥികന്റെ സ്റ്റൈലില്. അത് രാത്രിയിലെ ഒരു രസത്തിന്. രസം അധികമായ വിഷമാ കേട്ടോ. മുറിയിൽ എന്താ ആപ്പിള് കുറഞ്ഞൊക്കെ? നിനക്ക് വല്ല അസുഖമുണ്ടോ? ആശുപത്രിയിലെ പ്രസവ വാർഡ് പോലെ ഉണ്ടല്ലോടാ. അത് അപ്പുറത്തെ മുത്തശ്ശി തന്നപ്പോ ഒരു തമാശക്ക് ഷോയ്ക്ക് വേണ്ടി ഇങ്ങനെ കുത്തിവെച്ചു. ടോം ഹോംവർക്ക് ഒന്നുമില്ല നിനക്ക്? കഴിഞ്ഞു. ഓ എന്നാ പിന്നെ കിടന്നൂടെ? വന്നില്ല. ഉറക്കോ? അല്ല മാലു. മാലു നിന്റെ കോടലി മാല ഞാൻ എടുക്കും. ഇന്ന് മുതൽ ഇവിടെ ഞാനാ കിടക്കാൻ പോകുന്നത്. അയ്യേ അപ്പൊ അവളോ? അവൾ അവിടെ കിടക്കും, അമ്മയുടെ മെങ്ങണേ കൂടെ. ഇപ്പഴാ നിന്റെ ഹോംവർക്ക് എനിക്ക് പിടികിട്ടിയത്. കയറി കിടക്കടാ. എനിക്ക് വരയ്ക്കാനുണ്ട്. തലവരെയായിരിക്കും അല്ലേ? മര്യാദ കയറി കിടക്കടാ. കറണ്ട് ബില്ലിന്റെ ലാഭങ്ങൾ നിന്റെ അച്ഛൻ ഉണ്ടാക്കിയതാ. മതി മതി പതുക്കെ. ദേ പകുതിയെങ്കിലും. ഞാൻ കുടിച്ചെന്റെ പകുതി കുടിക്കാൻ നീ ആരാ? എന്റെ ഭാര്യയോ? ബാബാ വേഗം കിടക്ക്. വേണ്ട, എന്റെ ഉറക്കം തീർന്നു.